ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഹൽവ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് കോൺഫ്ലവർ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഈ കോൺഫ്ലവർ പൊടിയിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം അല്പം വെള്ളം ഒഴിച്ചിട്ടാണ് ഒന്ന് ഇളക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് കോൺഫ്ലവർ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് മിക്സായി കിട്ടും. അപ്പോൾ ഞാൻ ഈ കോൺഫ്ലവർ പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാനിലേക്ക് 1 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ഷുഗറിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ സിറപ്പ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സിങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് കുറുക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഏകദേശം ഒന്ന് കട്ടിയായിട്ട് വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സിങ് ഇവിടെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ നാച്ചുറൽ കളറൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്ര കളർ കിട്ടണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ ഓറഞ്ച് കളർ ഒരുപാടൊന്നും ചേർത്തിട്ടില്ല, അത്യാവശ്യം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളറായി നിൽക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് നമ്മുടെ ഹൽവയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനിയും കുറച്ചുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 2.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ സാധാരണ ഹൽവയുടെ അത്ര നെയ്യൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്നത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഹൽവ അല്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് പാനിൽ നിന്നും നന്നായിട്ടൊന്ന് വിട്ട് വരും. ആ പരുവം എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. നമുക്കൊരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അല്പം ഇളക്കി കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹോം മെയ്ഡ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് പാനിൽ നിന്നും വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു നെയ്യ് തടവിയ പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റ് ആവാൻ വെക്കാം. ഇനി നമുക്കിതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അല്പം നെയ്യ് തടവിയതിന് ശേഷം ഈ ഒരു മിക്സ് ഒഴിച്ച് അല്പനേരം തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഈ ഒരു ഹൽവയുടെ മിക്സിങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും ഇത് വളരെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹൽവയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്